നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. എടയൂർ KMUP സ്കൂൾ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥിനിക്കുള്ള വീടിന്റെ ശിലാസ്ഥാപനം കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പാലപ്ര നിർവഹിച്ചു. PTA പ്രസിഡന്റ് PM ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ KR ബിജു, മാനേജർ PP പ്രേമജ ടീച്ചർ, അധ്യാപകരായ KV സുധീർ, P ഷെരീഫ്, PP പ്രീത, VR രേഖ, V അബ്ദുസമദ്, VT അബ്ദുള്ള തങ്ങൾ, ദിജേഷ്, CG അഖില എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടയൂർ. 75-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടാണ് പാങ്ങ് പൂക്കോട് പ്രദേശത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു തുടക്കം നമ്മുടെ സ്കൂള് നടത്താൻ പോകുന്നത്. ഈ പ്രദേശത്ത് നിരവധി വിദ്യാർത്ഥികൾ KMUP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പ്രദേശം കൂടിയാണ് പാങ്ങ് പൂക്കോട് പ്രദേശം. വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബം എന്ന നിലക്കാണ് സ്കൂൾ മാനേജ്മെൻറ്റ്, PTA, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നുകൊണ്ടുള്ള ഈ വലിയ ഒരു ദൗത്യത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഒരു വീട് നിർമ്മാണത്തിന് പ്രയാസപ്പെടുന്ന കുടുംബം എന്ന നിലയ്ക്ക് പരമാവധി അവർക്ക് വേണ്ട സപ്പോർട്ട് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചടങ്ങിന് ഔപചാരികമായ തുടക്കം കുറിച്ചത് ബഹുമാനിയായ കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നസീറ മോൾ. സന്തോഷമുള്ളൊരു സമയത്താണ്, എല്ലാവരും ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ളൊരു സമയത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിജയന് ഒരു വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു വിജയന്. പക്ഷേ ലൈഫ് മിഷൻ്റെ അതിൻ്റെ ഒരു സമയത്ത് അതിൽ തള്ളി, ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ നിന്ന് തള്ളി. വീണ്ടും അപ്പീലൊക്കെ പോയെങ്കിലും അത് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടുത്തെ വാർഡ് മെമ്പറും പ്രസിഡൻറ്റും കൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ മാനസികമായിട്ട് നല്ലൊരു വേദന ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ വിജയൻ്റെ വീടും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് എന്നെ വിളിച്ച് ഷെരീഫ് മാഷ് വിളിച്ച് അന്വേഷിച്ച സമയത്ത് തന്നെ ഞാൻ മാഷ് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 2 ദിവസം മുമ്പ് മാഷ് വീണ്ടും വിളിച്ചിട്ട് ഞങ്ങൾ അന്ന് സൂചിപ്പിച്ച ഒരു വീട് സഹപാഠിക്കൊരു വീട് എന്ന് പറഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ അതിൻ്റെ തറക്കല്ലിടൽ നടത്തുകയാണ്. അപ്പോൾ ടീച്ചർ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയട്ടെ. ഇതിൻ്റെ ഇപ്പോൾ തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നൊരു തറക്കല്ലിടൽ കർമ്മം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിന് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ മാനേജർ അടക്കമുള്ള HM അടക്കമുള്ള അധ്യാപകന്മാരെയും അതുപോലെ തന്നെ ഷെരീഫ് മാഷ് അടക്കമുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ ഈ ഒരു വാർഡിൻ്റെ മെമ്പർ എന്നുള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു നന്ദി കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വിജയന് അവരുടെ മക്കളൊക്കെ നല്ലൊരു വീട്, ഏതൊരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. അപ്പോൾ വിജയനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമല്ലേ മറ്റൊരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് വിജയൻ്റെ കുടുംബം ആ വീട്ടിൽ ജീവിച്ചു പോണത്. ഇപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പുണ്യപരമായിട്ടൊരു കർമ്മം കൂടിയായി ഞാനതിനെ മനസ്സിലേറ്റുന്നു. അപ്പോൾ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും.